നമ്മളെല്ലാം ഒരു ചരിത്ര സംഭവത്തിന് സാക്ഷികൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. പഴയ സെമിനാരിയുടെ ദ്വിശതാബ്ദി ആഘോഷങ്ങൾ. ഇത് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് മാത്രമല്ല, ഈ സമൂഹത്തിനാകെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. 200 വർഷങ്ങൾക്ക് മുമ്പ് അറിവിൻ്റെ ലോകത്തിലേക്ക് ഈ സമൂഹത്തിന് വാതിൽ തുറന്ന പഠന വീടിൻ്റെ 200ാം വാർഷികം അത് ഈ സമൂഹത്തിനാകെ അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നാണ്. ഇന്ന് അറിവിൻ്റെ പ്രാധാന്യം എല്ലാവരും ഉൾക്കൊള്ളുന്നു. 200 കൊല്ലങ്ങൾക്ക് മുമ്പ് അത് ഉൾക്കൊള്ളാത്ത ഒരു സമൂഹത്തിൽ അറിവിൻ്റെ പ്രാധാന്യം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രവർത്തനം അത് ആധ്യാത്മിക രംഗത്ത് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും സ്വാധീനം ചെലുത്തിയ ഒരു ചരിത്ര സംഭവമായിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അത് ഒരു വലിയ സമ്പത്തായി മാറി. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിന് ആകമാനം ഒരു പുതിയ മാറ്റത്തിൻ്റെ തുടക്കം. അതാണ് 200 വർഷം മുമ്പ് ഇവിടെ സംഭവിച്ചത്. യാദൃശ്യമായിട്ടാണെങ്കിലും ഇന്നലെ കോട്ടയം ജില്ലയിൽ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടന്നു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പുതിയ തലമുറയ്ക്ക് വാതിൽ തുറക്കുന്ന സയൻസ് സിറ്റിയുടെ ഉദ്ഘാടനം കോട്ടയം ജില്ലയിൽ കുറവിലങ്ങാട്. ആധുനിക ലോകത്ത് പുതിയ അറിവിൻ്റെതായ സാഹചര്യത്തിൽ പുതിയ തലമുറ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ആ പഠനത്തിന് അനുഭവ സമ്പത്ത് നേരിട്ട് മനസ്സിലാക്കുന്നതിനൊക്കെ ഉള്ള ഒരു അവസരം ഇന്ന് 200 കൊല്ലം മുമ്പ് നമ്മളാക്കിയ, നമ്മെ ഈ നിലയിലേക്ക് അറിവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ആ 200 വർഷം മുമ്പത്തെ അനുഭവങ്ങൾ നമ്മൾ ഇവിടെ പങ്കുവെക്കും. ഇത് സഭയ്ക്കും സമൂഹത്തിനും ഈ നാടിനും ഒരു വലിയ ആത്മവിശ്വാസം വളർത്തുന്ന ഒന്നായിരിക്കും. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷങ്ങൾ അത് അറിവിൻ്റെയും നന്മയുടെയും സമൂഹത്തിൻ്റെ ഉയർച്ചയുടെയും ഒക്കെ പ്രതീകമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ബാവാ തിരുമേനിയുടെയും നിങ്ങൾ ഓരോരുത്തരുടെയും അനുമതിയോടുകൂടി ഞാൻ ഇതിൻ്റെ ഔപചാരികമായ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. ഈ ചടങ്ങിൽ എന്നെ ഞാൻ ഏൽക്കുന്ന സമയത്ത് വളരെ സമയം ചെലവഴിക്കാൻ സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് ഉണ്ടായ ചില കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ കണ്ണൂർ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ നിർബന്ധിതനായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ ബാബാ തിരുമേനിയോട് അനുമതി ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൂടി അനുമതിയോടുകൂടി ഈ ചടങ്ങിന് ശേഷം എന്നെ പോകാൻ അനുവദിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.